ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പാലക്കാട് പറളി ജംഗ്ഷനിൽ നിന്ന് 1.5 കിലോമീറ്റർ മാറിയിട്ട് പറളി ജംഗ്ഷനിൽ നിന്ന് കോട്ടായി പോകുന്ന റൂട്ടിൽ 1.5 കിലോമീറ്റർ മാറിയിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി വന്നിരിക്കുന്നത്. 5.5 സെൻറ്റ് സ്ഥലം, 650 സ്ക്വയർ ഫീറ്റ് വീട്, 2 ബെഡ്റൂം ഉണ്ട്, ഒരെണ്ണം അറ്റാച്ച് ആണ്. ഒരെണ്ണം അറ്റാച്ച് അല്ല, അത് വാഷ്റൂം കൊടുത്തിരിക്കുന്നത് ഔട്ട് സൈഡിലാണ്. 3 പൈപ്പ് ലൈൻ കണക്ഷൻ ഉണ്ട്, ജലനിധി ഉണ്ട്, അതുപോലെ തന്നെ നോർമൽ വില്ലേജിൻ്റെ പൈപ്പ് കണക്ഷൻ ഉണ്ട്, അതല്ലാതെ PM സർക്കാരിൻ്റെ പൈപ്പ് കണക്ഷനും ഒന്നുണ്ട്. അങ്ങനെ 3 പൈപ്പ് ലൈൻ കണക്ഷനാണ് ഈ വീട്ടിലേക്കുള്ളത്. ഇവിടെ ഔട്ട് സൈഡിലുള്ള വാഷ്റൂമാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇന്ത്യൻ ടൈപ്പുള്ള ക്ലോസറ്റാണ് കേട്ടോ ഇവിടെ കൊടുത്തിരിക്കുന്നത്. വെളിയിലൂടെയാണ് സ്റ്റെയർ കേസ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഇത്രയും സ്ഥലമുണ്ട്. ഇതുവരയ്ക്കും നമ്മുടെ പ്ലോട്ട് വരുന്നുണ്ട്. കംപ്ലീറ്റ് കോമ്പൗണ്ട് വാൾ കൊടുത്തിട്ടുണ്ട്. ഒരു തേക്കിൻ്റെ നല്ലൊരു മരം അതാണ് ഇവിടെ ഉള്ളത്. മൊത്തത്തിലൂടെ ബാക്ക് സൈഡിൽ നോക്കുമ്പോൾ ഒരു തേക്ക് മരം. ഇവിടെയാണ് അലക്കുകല്ലും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത്. സ്റ്റെയർ കേസിന് ഹാൻഡ് റെയിലൊന്നും കൊടുത്തിട്ടില്ല, അങ്ങനെ ഓപ്പൺ ആയിട്ട് വെച്ചിരിക്കുക തന്നെയാണ്. അത്യാവശ്യം നല്ലൊരു സ്പേസ് ടെറസ് ഏരിയയിൽ കിട്ടുന്നുണ്ട്. ആ പഞ്ചായത്ത് റോഡിൻ്റെ ഫ്രണ്ടിലായിട്ട് തന്നെയാണ്, സൈഡായിട്ട് തന്നെ അവിടെ പ്രോപ്പർട്ടി വരുന്നത്. കണ്ടോ, ടോട്ടൽ 5.5 സെൻറ്റ് സ്ഥലമാണ്. ഈ ഒരു പ്രോപ്പർട്ടി നമ്മൾ ഒലോക്കോട് ജംഗ്ഷൻ്റെ അവിടെ നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 14 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട്. KSRTC പാലക്കാട് നിന്നാണെങ്കിൽ 12 കിലോമീറ്റർ, കുഴൽമന്നത്ത് നോക്കുകയാണെങ്കിൽ 11 കിലോമീറ്റർ. അതുപോലെ നമ്മൾ കോഴിക്കോട് ഹൈവേ എന്ന് നോക്കുമ്പോൾ ഇങ്ങോട്ടേക്ക് ഒരു 9 കിലോമീറ്റർ ഡിസ്റ്റൻസ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഹൈവേ സൈഡ് നമ്മൾ കണക്കൂട്ടുകയാണെങ്കിൽ ഏകദേശം കൊളപ്പുള്ളി ഹൈവേ നിന്ന് നമുക്ക് 1.5 കിലോമീറ്ററും, തൃശ്ശൂർ ഹൈവേ നിന്ന് നമുക്കൊരു 11 കിലോമീറ്ററും, കോഴിക്കോട് ഹൈവേ നമുക്കൊരു 9 കിലോമീറ്റർ ഡിസ്റ്റൻസുമാണ് ഈ ഒരു പ്രോപ്പർട്ടിക്ക് വരുന്നത്. ഇപ്പോൾ നമ്മൾ വെളിയിലെ ഔട്ട് സൈഡൊക്കെ നമ്മൾ കണ്ടു, ചുറ്റും കോമ്പൗണ്ട് വാൾ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഉള്ളിലുള്ള കാര്യങ്ങളും നോക്കാം. കയറുമ്പോൾ തന്നെ ഒരു അത്യാവശ്യം വലുപ്പമുള്ളൊരു ഹാള്, ഒരു കൊച്ചു ഫാമിലിക്ക് പറ്റിയൊരു നല്ലൊരു വീട് തന്നെയാണ് കേട്ടോ. ആ ഹാള് തന്നെയാണ് നമുക്ക് ഒരു ലിവിംഗ് റൂമായിട്ടും ഡൈനിങ് റൂമായിട്ടും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഇതൊരു ബെഡ്റൂം, ഇത് അറ്റാച്ച്ഡ് അല്ല, കോമൺ ആയിട്ടുള്ള ഒരു ബെഡ്റൂമാണ്. 10-10 സൈസിലുള്ള ഒരു ബെഡ്റൂം. ഒരു ലോഫ്റ്റ് കൊടുത്തിട്ടുണ്ട് മേലെ. ചെറിയ ഫാമിലിക്ക് പറ്റിയൊരു വീട്. ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ഡൈനിങ് ഇടാൻ പറ്റും, ഡൈനിങ് ടേബിൾ ഇടാൻ പറ്റുന്ന സ്ഥലമാണ്. ഇവിടെ അടുത്തൊരു ബെഡ്റൂം, ഇത് അറ്റാച്ച്ഡ് ആണ്. കണ്ടില്ല, നല്ല മനോഹരമായിട്ടുള്ള കൊടുത്തിട്ടുള്ള ഒരു കൊച്ചു ഫാമിലിക്ക് പറ്റിയൊരു നല്ലൊരു മനോഹരമായിട്ടുള്ള വീട്. സ്ഥലം നമുക്കാണെങ്കിൽ അത്യാവശ്യം കൂടുതൽ സ്ഥലമുണ്ട് കേട്ടോ. കിഴക്ക് ഫേസ് ചെയ്തിട്ടാണ് ഈ വീടുള്ളത്. ഇവിടെയാണ് കിച്ചൺ വരുന്നത് കേട്ടോ. അതിലും അത്യാവശ്യം സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ കിച്ചണിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നമ്മൾ വെളിയിലോട്ട് മുകളിൽ ലോഫ്റ്റും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്, സ്പേസ് കാര്യങ്ങളൊക്കെ ആയിട്ട്. ഇവിടെ വെളിയിലോട്ട് നമുക്ക് ഇറങ്ങാൻ പറ്റും. അപ്പോൾ ഇതാണ് ടോട്ടൽ പ്രോപ്പർട്ടി. ഇതിൻ്റെ ഓണർ ചോദിച്ചിരിക്കുന്ന പ്രൈസ് 24 ലക്ഷം രൂപയാണ് ചോദിച്ചിരിക്കുന്നത്. ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ഉണ്ടാവും. താല്പര്യമുള്ളവർ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ട കൂടുതൽ വിവരങ്ങൾ നമ്മൾ തരുന്നുണ്ടാവും. നിങ്ങൾക്ക് ഏതെങ്കിലും പ്രോപ്പർട്ടീസ് വിൽക്കാനുണ്ടെങ്കിൽ നമ്മളായിട്ട് കണക്ട് ചെയ്യുക, നമ്മളത് വിറ്റ് തരാനുള്ള ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അടുത്തൊരു സൂപ്പർ വീഡിയോ ആയിട്ട് കാണുന്നവരിക്കും എല്ലാവർക്കും ടേക്ക് കെയർ, ബൈ ആൻഡ് ലവ് യു.